കന്യാസ്ത്രീയെ പട്ടാപ്പകൽ നടു റോഡിൽ ആക്രമിച്ച ജൂത എക്സ്ട്രീമിസ്റ്റ് ലോകത്തെ ഞെട്ടിച്ച ഇന്നലകളിൽ വൈറലായ വീഡിയോ ആണിത്. ഒരു കന്യാസ്ത്രീ, കർത്താവിൻ്റെ മണവാട്ടിയായ കന്യാസ്ത്രീയെ പൊതുനിരത്തിൽ വെച്ച് റോഡിൽ വെച്ച് തെള്ളിയിടുകയും ചവിട്ടുകയും മർദ്ദിക്കുകയും ചെയ്തു. ഇസ്രായേലിലാണ് ഈ സംഭവം. ഈ ജൂത യുവാവിനെ ഇസ്രായേൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങേയറ്റം ഡിസ്റ്റർബിംഗ് ആയ വിഷ്വൽസ് ആണ്. ആ വിഷ്വൽസ് പല ആൾക്കാരും കണ്ടു കാണും. അത് കാണാൻ വേണ്ടി അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വയലൻസ് വരുന്ന ഭാഗത്ത് ഞാൻ മാറ്റുകയാണ്. എല്ലാം ഒന്ന് കാണാം. കന്യാസ്ത്രീയെ തള്ളിയിടുന്നു. അത്യധികം മനസ്സിനെ വേദനിപ്പിക്കുന്ന, അവരെ ചവിട്ടുന്നു, അവരെ ചീത്ത വിളിക്കുകയും അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ ഞാനിത് ചെയ്യാൻ കാരണം, ഞാൻ എസ്റ്റോണിയയെ പോയ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ ഒരു സുഹൃത്ത് വന്നിട്ട് അത് ചെയ്തത് മൈഗ്രൻസ് ആണ് എന്നൊക്കെ പറഞ്ഞ് ചില സുഹൃത്തുക്കൾ വന്ന് കള്ള രീതിയിൽ കമൻറ്റ് ചെയ്തു. അതായത് ഈ പാവപ്പെട്ട കന്യാസ്ത്രീയെ, ഈ പാവപ്പെട്ട ക്രിസ്ത്യാനിയെ ആക്രമിച്ചത് മൈഗ്രൻസ് ആണ് എന്ന് പറഞ്ഞ് അതിലൊരാൾ കമൻറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ആ വീഡിയോ ചെയ്യാൻ കൂടെ കാര്യം ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ച് തന്നെ ഒരാളിൽ എഴുതിയിരിക്കുകയാണ്, സമാധാന മതക്കാരെ കൊണ്ടൊരു സമാധാനം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അത് മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞ് എഴുതിയിരിക്കുക. യഥാർത്ഥത്തിൽ ജൂത പോലീസ്, ഇത് ജെറുസലേം പോസ്റ്റാണ്. ജെറുസലേം പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഇസ്രായേലിൽ നിന്ന് ഇറങ്ങുന്നതാണ്. ഇസ്രായേലി മാധ്യമങ്ങളടക്കം അത് സമ്മതിക്കുന്നുണ്ട്. 36 വയസ്സുള്ള ഒരു ഇസ്രായേലി ജൂതനെ ഇസ്രായേൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇസ്രായേലിലെ പല നല്ലവരായ ആൾക്കാരും, സമാധാനം ആഗ്രഹിക്കുന്ന, ഒരുമ ആഗ്രഹിക്കുന്ന ആൾക്കാർ അതിനെ ശക്തമായി തള്ളി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്നൊരു വിഷമമാണ്. ആലോചിച്ച് നോക്കുക, നമ്മൾ കന്യാസ്ത്രീമാരെ കാണുമ്പോൾ, പള്ളിയിലച്ചന്മാരെ കാണുമ്പോൾ ഏറ്റവും ആദരവോടെയും സ്നേഹത്തോടെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ അവരുടെ കൈമുത്തുകയോ കാലിൽ തൊട്ടുകയോ, ഞാനൊക്കെ കാലിൽ തൊട്ടുകയോ ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ ആദരിക്കുകയോ ചെയ്യുന്നതാണ്. ആലോചിച്ച് നോക്കുക, കർത്താവിൻ്റെ മണവാട്ടിമാരായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സന്ദേശം ലോകത്തിലേക്ക് പ്രസരിപ്പിക്കുന്ന, അതിൻ്റെ സുഗന്ധം ലോകത്തിലേക്ക് പരത്തുന്ന അവിടുത്തെ കന്യാസ്ത്രീമാരെ, അതും സ്ത്രീയെ വഴിയിൽ വെച്ച് തള്ളി താഴെയിടുക, ചവിട്ടുക, അസഭ്യവും ആഭാസവും പറയുക, അത് നമ്മളെ എല്ലാം, മനസ്സിനെ എല്ലാം വേദനിപ്പിച്ചിട്ടുണ്ട്. കിങ് ഡേവിഡിൻ്റെ ടോംബിൻ്റെ സൈഡിൽ വെച്ചാണ് ഇത് നടന്നത്. ജെറുസലേമിലെ തന്നെ എല്ലാ നന്മ ആഗ്രഹിക്കുന്ന ആൾക്കാരും അത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓർക്കുക, അതൊരു മുസ്ലിം അല്ല, ഒരു ജൂതനാണ്. നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ പലപ്പോഴും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ചില തീവ്ര ക്രിസംഗികൾ പ്രചരിപ്പിക്കുന്നത് പോലെ അവരെ ആക്രമിക്കുന്നത് പലപ്പോഴും സഹോദര സമുദായത്തിൽ നിന്നുള്ള, മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആൾക്കാരല്ല, ഈ തീവ്ര ജൂത ആൾക്കാരാണ്, അല്ലെങ്കിൽ സയനിസ്റ്റ്, അല്ലെങ്കിൽ തീവ്ര സയനിസ്റ്റ് മനോഭാവമുള്ളവരാണ്. ഈ ഹിന്ദുത്വവും വേറെയാണ്, അതേപോലെ ജൂതനും സയനിസവും വേറെയാണ്. ഈ വ്യത്യാസം നമുക്ക് മനസ്സിലായില്ലെങ്കിൽ എന്നും നമുക്ക് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പ്രശ്നമുണ്ടാകും. ഹിന്ദു വേറെ, ഹിന്ദുത്വം വേറെ, ഇസ്ലാം വേറെ, ഇസ്ലാമിസ്റ്റ് വേറെ, ജൂതൻ വേറെ, സയനിസ്റ്റ് അല്ലെങ്കിൽ തീവ്ര സയനിസ്റ്റ് വേറെ. ജൂത ഒരു വിശ്വാസമാണ്, അല്ലെങ്കിൽ പരിശുദ്ധമായ അബ്രഹാം പിതാവിൽ തുടങ്ങുന്ന വിശ്വാസമാണ്. എന്നാൽ തീവ്ര സയനിസം അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റാണ്. അതിൽ തന്നെ വ്യത്യസ്ത ഷെയ്ഡുകളുണ്ട്. അതായത് ഇസ്രായേൽ സ്ഥാപിക്കണമെന്ന് ആഗ്രഹിച്ച ബെൻ ഗൂരിയോൺ അടക്കമുള്ളവർ മഹാത്മാഗാന്ധിയെ വളരെ ആദരിച്ചിരുന്ന വ്യക്തിയാണ്. മഹാത്മാഗാന്ധിയുടെ ഒരു ചിത്രം അദ്ദേഹത്തിൻ്റെ മുറിയിൽ പോലും ഉണ്ടായിരുന്നു. എന്നാൽ ഈ തീവ്ര സയനിസ്റ്റുകൾ, അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വവാദികളെ പോലെ തന്നെ അവരുടെ രാജ്യത്തിനും അപകടമാണ്. അപ്പോൾ ആ കന്യാസ്ത്രീയെ ആക്രമിച്ച ദൃശ്യങ്ങൾ കണ്ട് മനസ്സ് വേദനിച്ചു, ആത്മാവ് വേദനിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ചിത്രങ്ങൾ കണ്ട് ആലോചിച്ച് നോക്കും, ഒരു സ്ത്രീയെ, അതും കന്യാസ്ത്രീയെ വഴിയിലിട്ട് ചവിട്ടുക, എന്നിട്ട് നമ്മുടെ നാട്ടിൽ അതിന് ചില പ്രസംഗികൾ വ്യാജ പ്രചോദനവും നടത്തുക.